വയനാട് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. കരിങ്കാളിക്കുന്ന് താവരിമല രാജേഷിന്റെ മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നു. പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, അവർ ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമാണല്ലേ? ബെന്നിൽ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 5 വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ചിട്ടുള്ളത്. ഇതിൽ 3 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. 3 ആട്ടിൻകുട്ടികളെയും പശുക്കുട്ടിയും മൂരിക്കുട്ടിയുമാണ് ആക്രമിച്ചത്. ഇതിൽ ഒരു ആട്ടിൻകുട്ടി, പശുക്കുട്ടി, മൂരിക്കുട്ടി എന്നിവ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെയാണ് നേരത്തെ സൂചിപ്പിച്ച രാജേഷിന്റെ മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം 3 വളർത്തുമൃഗങ്ങളെ നാട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനാലാണ് ഇപ്പോൾ പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം 5 വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിൽ വനം വകുപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ കൂടടക്കം സ്ഥാപിച്ചിട്ട് പോലും ഈ പുലിയെ പിടികൂടാനായിട്ടില്ല. അത് സ്ഥിരമായി പ്രദേശത്ത് വരികയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യും എന്നത് ഈ ജനങ്ങളുടെ ഒരു ജീവിതം എന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേപ്പാടിയും അതുപോലെ തന്നെ മുത്തങ്ങ റേഞ്ച് ഓഫീസർമാർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് നിലവിൽ സ്ഥാപിച്ച കൂട് മാറ്റി സ്ഥാപിക്കാനും നഷ്ടപരിഹാരം പെട്ടെന്ന് നൽകാനും എല്ലാം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ജനങ്ങളുടെ ആവശ്യം ഈ പുലി എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ്. അത് ഒരു കൂട് മാത്രം വെച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പുലിയെ പിടികൂടാനാവില്ല, കൂടുതൽ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം കൂടി നടത്താൻ നാട്ടുകാർ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ബിനിൽ, ഓക്കെ, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത സാഹചര്യം, പ്രതിഷേധം ശക്തം.